അങ്ങനെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി എന്റെ പേരിലേക്ക് വന്നു. അവളുമാരുടെ വെല്ലുവിളിയെ നേരിട്ട് ഈ എഗ്രിമെന്റ് അമ്മ നേടിയെടുത്തു അല്ലേ? അതേടാ. നമ്മൾ വിജയിച്ചു അല്ലേ അമ്മേ? വിജയിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അംബികാവർമ്മയും മോനും ജീവിച്ചിരിക്കുന്നത് എന്തിനാ? സ്നേഹവും ഐശ്വര്യവും വെളിച്ചവും തന്ന് സർവ്വതും തന്ന് ഈ മഹാലക്ഷ്മിയുടെ എല്ലാം കൈപ്പറ്റിയതിനു ശേഷം ചവിട്ടി ഓടിച്ചത് ഇവളുടെ വാക്ക് കേട്ട. നട്ടെല്ലു പടയും വെച്ച സാറിനെ കുറിച്ച് ഓർക്കുമ്പോ കഷ്ടം തോന്നുന്നു സാറേ. ഇനി ഈ അമ്മയും മകളെയും കരയിപ്പിച്ച എല്ലാം കടലെടുത്തു പോകും സാറേ. കാരണം കാലമാണ് കടല്. തന്നെ ആരാ വിളിച്ചത്? ഇവിടെ ഒന്ന് അഭിപ്രായം പറയാം. താൻ ആരാ? ഇതെന്റെ വീടാ. ഇവിടെ കേറി വരുന്നതിന് എന്റെ പെർമിഷൻ വേണം. നീ മിണ്ടരുത്. എന്നെ അഡ്വൈസ് ചെയ്യാൻ താൻ ആരാ? പണ്ടെന്റെ ഡ്രൈവറായിരുന്നു. ഡ്രൈവറുടെ സ്ഥാനത്തിൽ നിൽക്കണം. എന്റെ മകളുടെ കെട്ടിയവന്റെ അച്ഛനാ താൻ. ആ ബന്ധം മാത്രം മതി. അതിനപ്പുറം ഒന്നും വേണ്ട. ഇറങ്ങി പോടോ. തെറ്റുപറ്റിയത് എനിക്കാ സാറേ. ക്ഷമിക്കൂ വർമ്മ സാറേ. വികാരം കൊണ്ട് വിവേകം കൈവിട്ട സമയം ഞാൻ പഴയ കാലത്തേക്ക് തിരിച്ചുപോയി. ആ സൂര്യമംഗലത്തേക്ക്. ക്ഷമിക്കൂ വർമ്മ സാറേ. വേണോട്ട നിക്ക്. പ്രതാപേട്ടൻ ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു പോയതാ. ഞാൻ മാപ്പ് ചോദിക്കുന്നു. വേണോട്ട പോവല്ലേ. ഒപ്പിടരുത്. ഞാനാ പറയുന്നത് ഒപ്പിടാൻ. ഒപ്പിടേ. അങ്കിൾ പറഞ്ഞത് ശരിയും. ഇതെല്ലാം കണ്ണിലെടുത്ത് പോവും. അങ്ങനെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി എന്റെ പേരിലേക്ക് വന്നു. അവളുമാരുടെ വെല്ലുവിളിയെ നേരിട്ട് ഈ എഗ്രിമെന്റ് അമ്മ നേടിയെടുത്തു അല്ലേ? അതേടാ. നമ്മൾ വിജയിച്ചു അല്ലേ അമ്മേ? വിജയിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അംബികാവർമ്മയും മോനും ജീവിച്ചിരിക്കുന്നത് എന്തിനാ? അമ്മയുടെയും മകളുടെയും ഒരഭ്യാസവും നടന്നില്ല. ഞാൻ പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി കെട്ടി. കൺഗ്രാചുലേഷൻസ് അമ്മേ. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് നിനക്കറിയോ? ഒന്ന് പറഞ്ഞതാ അമ്മേ, ഞാനൊന്ന് കേട്ട് രസിക്കട്ടെ.
ഇനി മുതല് ഈ അക്കൗണ്ട് എന്റെ കീഴിലായിരിക്കും. നമ്മുടെ കമ്പനികളിൽ നിന്നും മറ്റുള്ളിടത്തു നിന്നും ചാരിറ്റിയിലേക്കായി വരുന്ന പണം മുഴുവനായിട്ടും എന്റെ കയ്യിലേക്ക് വരും. എങ്ങനെയുണ്ട് ഐഡിയ? ഉഗ്രൻ. അപ്പോ ഈ സിസ്റ്റർ പവിത്ര എങ്ങനെ കൈകാര്യം ചെയ്യും? ആ സംയുക്തെ? അവളോ? അവൾ എന്റെ അടിമയല്ലേ എക്കാലത്തും. അവൾ അങ്ങനെ തന്നെ നിന്നോളും. അവളുടെ വാ അടപ്പിക്കത്തക്ക വിധത്തില് എന്തെങ്കിലും പണിയൊപ്പിച്ചിട്ടുണ്ടോ? പിന്നെ അവൾ ഇനി ഒന്നും മിണ്ടില്ലടാ. അതാ ഞാൻ പറഞ്ഞേ, അവളെന്റെ അടിമയാന്ന്. അല്ലമ്മേ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. എന്താടാ, ഫണ്ട് വല്ലത് മറിക്കണോ? ഏയ്, ഇപ്പൊ ഫണ്ടൊന്നും വേണ്ട. ഇലക്ഷൻ മുഖ്യ കുറെ കാശ് കയ്യിലിരിപ്പുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഞങ്ങളുടെ ഹണിമൂണിന്റെ കാര്യ. ആ, അത് ഞാൻ മറന്നിട്ടില്ല. നീ എവിടെ പോകാനാ ഉദ്ദേശിക്കുന്നേ? ഇനി ഫോറിൻ കൺട്രീസ്? അവൾക്കൊന്നും താല്പര്യമില്ല. കേരളത്തിലോ ഇവിടെ എവിടെയെങ്കിലും മതിയെന്നാ അവള് പറയുന്നേ. ഇവളിതെന്ത് പെണ്ണാടാ? അവൾ അങ്ങനെ അമ്മേ. ശരി, ഞാനേ പ്രതാപനോട് പറയാം. അവനെ കൊണ്ട് ടിക്കറ്റും ബുക്ക് ചെയ്യിപ്പിക്കാം. എന്തായാലും ഇതുകൊണ്ട് ഭദ്രമായി ഒന്ന് വയ്ക്കട്ടെ. അമ്മേ, നമ്മള് തോറ്റുപോയല്ലോ അമ്മേ. ഇതൊരു തോൽവിയായിട്ടൊന്നും കരുതണ്ട മോളെ. നിന്റെ അച്ഛൻ ചെന്ന് പെടുവല്ലേ അവള് വിരിച്ചിടുന്ന വലയില്. പ്രതാപേട്ടൻ സത്യത്തിൽ ഇത്രയ്ക്ക് മണ്ടനാണോ? ഇനിയും ആ സ്ത്രീയെ മനസ്സിലാക്കാത്തത് എന്താ? ഇങ്ങനെയുണ്ടോ ഒരു ആങ്ങളെയും പെങ്ങളും സ്നേഹം? അവള് പെറ്റമ്മ ചമഞ്ഞ് മയക്കെടുത്തിരിക്കല്ലേ പ്രതാപേട്ടനെ. അവസരം കിട്ടിയ അവരച്ഛനെ കൊന്നുകളയും. അവരുടെ കൈകളിൽ നിന്ന് എങ്ങനെയും അച്ഛനെ രക്ഷിക്കാനാ നമ്മൾ നോക്കുന്നത്. പക്ഷെ അച്ഛൻ പഴയതിനേക്കാളും ഇരട്ടിയായി അവരുടെ ചതിക്കുഴിയിൽ വീഴുക. ഈ പ്രസ്ഥാനം അവളുടെ കയ്യിലാ. അവളത് വിഴുങ്ങും. കൊണ്ടുപോയി തിന്നട്ടെ യാമിനി. ഏട്ടത്തി, ഇത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട കാശല്ലേ? ഇത് മുഴുവൻ അവളുടെ കയ്യിലായില്ലേ? ആ സംയുക്ത അവളുടെ ആളാ. അവള് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും. ഈ സംയുക്ത ഇവരും തമ്മില് എന്തോ ഒരു രഹസ്യ ഇടപാടുണ്ട്. ആ സ്ത്രീയെ ഇവര് പെടുത്തിയതായിരിക്കും. ഹോ, ഇവളുടെ അവസാനം എന്നായിരിക്കും? വല്യമ്മായിയെ വല്യമ്മാവൻ തല്ലുന്ന കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? വെറുതെ കണ്ടു നിൽക്കാനല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് നിന്റെ സഹായം വല്ലതും ഞങ്ങൾ ചോദിച്ചോ? മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ റതികെ. ദേ കുട്ടി, ഒരു കാര്യം പറയാം. കുട്ടി എങ്ങനെയുള്ളവളാണെന്നോ എന്ത് സ്വഭാവക്കാരിയാണെന്നോ കൃത്യമായിട്ട് എനിക്കറിയില്ല.